ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പുട്ടുകുറ്റിയില്ലാതെ പുട്ടെങ്ങനെ ഉണ്ടാക്കാം, അതും ഗോതമ്പ് പുട്ട്, ആട്ട അല്ലെങ്കിൽ ഗോതമ്പ് പുട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്, തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു ഓട്ടപാത്രം, അതൊരു കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ആ ഓട്ടപാത്രം മേലെ വെച്ച് നമ്മളിതിൻ്റെ മേലെ വെച്ച് മൂടി വെച്ച് വേവിക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് മാവ് കുഴയ്ക്കാം. ഞാനിവിടെ 1/2 സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഉപ്പ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കുന്നതാണ് ഇതിന് നല്ലത്. കുറച്ച് വെള്ളം ഒഴിക്കുക, ഇളക്കിക്കൊണ്ടിരിക്കുക. പൊട്ടിപ്പിടിച്ച പോലെയൊക്കെ ഉണ്ടാവും, അരിപ്പൊടി പോലെ തരിതരിയായിട്ടൊന്നും കിട്ടത്തില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കി അവസാനം നമ്മൾ കൈ കൊണ്ട് ഇളക്കേണ്ടി വരും. കൈ കൊണ്ടും കൂടെ ഇളക്കണം. ഈ തരിതരിയായി കിട്ടാൻ ഷിലർ വേണമെങ്കിൽ കുറച്ച് എന്താ റോസ്റ്റഡ് റവയൊക്കെ ഇടാറുണ്ട്. ഇവിടെ ഞാനൊന്നും ഇട്ടിട്ടില്ല, സിമ്പിളായിട്ട് ഗോതമ്പ് മാവും വെള്ളവും മാത്രം ഒഴിച്ചു. ഇപ്പോൾ കുറച്ച് തേങ്ങയും കൂടെ അതിലേക്ക് മിക്സ് ചെയ്ത് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഒരു തരിതരി ടൈപ്പായിട്ട് കിട്ടും. ഇങ്ങനെ മതി, അധികമൊന്നും തരിയാവണം നിർബന്ധമില്ല. നമ്മുടെ കുഴയ്ക്കൽ പരിപാടി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് കട്ടിയുള്ള ഗോതമ്പിൻ്റെ തരികളെല്ലാം നമ്മൾ ഉടച്ച് വയ്ക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ പാത്രം അടുപ്പത്ത് വയ്ക്കുക. അടിയിൽ കുക്കറിൽ വെള്ളം ഒഴിച്ചതും മേലെ ഓട്ടപാത്രം. അപ്പോൾ അതിന് മേലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഇട്ട് കൊടുക്കുക. ചിരവി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി പരത്തി ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വയ്ക്കുക. ഒരു 10 മിനിറ്റ് വെന്താൽ മതി. അത് കഴിഞ്ഞാൽ നമുക്കെടുക്കാം. ഇതിന് കറിയുടെ ഒന്നും ആവശ്യമില്ല. കറിയാണെങ്കിൽ കടലക്കറി, മുട്ടക്കറി, ചിക്കൻ എന്ത് വേണമെങ്കിലും കഴിക്കാം. പക്ഷെ കറിയുടെ ഒന്നും ആവശ്യമില്ല, വെറുതെ തിന്നാം. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഒരു ബൗളിലിട്ട് കൊടുത്താൽ അവർ വെറുതെ തിന്നും. അത്രയും ടേസ്റ്റാണ്, കാരണം നമ്മൾ തേങ്ങ നന്നായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ. ബൈ, താങ്ക് യു.